ഒന്നാം പാനിപ്പട്ട് യുദ്ധം. ഒരുപക്ഷേ ഈ വാക്ക് കേട്ടപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോയിട്ടുണ്ടാകും. പല ആളുകളും അന്ന് കുത്തിയിരുന്ന് പഠിച്ചതാകും ഇതിനെപ്പറ്റിയല്ല. ഇത്തരം ഹിസ്റ്ററിയെ പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയി പഠിക്കേണ്ടവർക്ക് മാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഈ കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് തരാത്ത ഒന്നുണ്ട്, ഫിനാൻസ് നോളേജ്. ഈ ഒരു ഫിനാൻസ് നോളേജിന്റെ അഭാവത്തിലാണ് ഇന്നും പ്രമുഖരടക്കം പല മലയാളികളും പല ഫിനാൻസ് ഫ്രാഡുകളിലും പെടുന്നത്. 1,00,000 രൂപ ആയിട്ട് ഒരു ദിവസം 300 രൂപ വെച്ച് ദിവസം കിട്ടും. അങ്ങനെ 5 ദിവസം ഒരാഴ്ച അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പൈസ ഇരട്ടിപ്പിക്കാം എന്നൊക്കെ അവർ പറയുന്ന രീതിയിലാണ്. അങ്ങനെ വിശ്വസിക്കാനിടയായ ഒരു സാഹചര്യം. ഇരട്ടിപ്പിക്കലൊന്നുമില്ല. ഒരു മാന്യമായ ഒരു പ്രോഫിറ്റേ ഉള്ളൂ. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 1 രൂപയ്ക്ക് 1,00,000 300 രൂപ 22 ലക്ഷത്തിന് 6,600 രൂപ വെച്ച് കിട്ടുന്നു. 78% റിട്ടേൺ എല്ലാം നോർമൽ റിട്ടേൺ ആണ് എന്ന് കരുതുന്ന ആളുകൾ ഇപ്പോഴും അറിയുന്നില്ല 20% ഇയർലി ബേസിസ് റിട്ടേൺ ലഭിക്കുന്നത് തന്നെ മാസീവ് റിട്ടേൺ ആണ് എന്ന കാര്യം. ഈയിടെ അമല ഷാജി എന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഇത്തരത്തിലൊരു സ്റ്റോറി ഇടുകയും അവരൊരു ഫോളോവർ ഇൻവെസ്റ്റ് ചെയ്ത് ചതിയിൽപ്പെടുകയും ചെയ്ത കാര്യം ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇനി കേരളത്തിലേക്ക് വന്നാൽ ഹൈറച്ച് എന്ന പേരിൽ 1,500 കോടിയിലേറെ രൂപയാണ് മലയാളികളുടേതടക്കം തട്ടിയതായി ന്യൂസുകൾ പുറത്തു വരുന്നത്. അപ്പോൾ പറഞ്ഞത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് നമുക്ക് എത്തരത്തിൽ ജോലി ലഭിക്കാം എന്നതിലുപരി ആ കിട്ടുന്ന പണം എങ്ങനെ മികച്ച രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുകൂടി പഠിപ്പിക്കേണ്ടതിന്റെ അത്യാവശ്യത്തെ പറ്റിയാണ്. അത് ഇനി വരുന്ന തലമുറയെങ്കിലും നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ മറ്റു പല പേരിലും ഇത്തരത്തിലുള്ള ഫിനാൻസ് ഫ്രാഡുകളിൽ വരും തലമുറയും അകപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.